ഭഗവാൻ കൃഷ്ണനെ കാണാൻ കുചേലൻ പോയത് അവിലുമായിട്ടാണെങ്കിൽ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി പോയത് ഒരു പത്രക്കടലാസുമായിട്ടാണ്. ന്യൂയോർക്ക് ഡെയിലി ന്യൂസിൻ്റെ ഫ്രണ്ട് പേജ്. അതെന്തായാലും ആ കാഴ്ച ട്രംപിന് ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് സ്വീകരിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. അത് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം, ന്യൂയോർക്ക് ടൈംസ് അടക്കം ഉള്ള പത്രമാധ്യമങ്ങളിലെല്ലാം വരികയും ചെയ്തു ആ വാർത്ത. സംഗതി ഇത്രയേ ഉള്ളൂ. ഈ അവിൽ വാരിത്തിന്ന് ഭഗവാൻ സതീർത്ഥ്യൻ്റെ കല്ലും നെല്ലും കലർന്ന അവിലാണെങ്കിൽ കൂടി അത് വാരിത്തിന്ന് ഈ സതീർത്ഥ്യനോട് സ്നേഹം പ്രകടിപ്പിക്കുക മാത്രമല്ല, സതീർത്ഥ്യന് ഒട്ടേറെ സൗഭാഗ്യം നൽകുകയും ചെയ്തു. അതുപോലെ ഇനി ഈ പത്രം കണ്ടിട്ട് ട്രംപ് എന്തെല്ലാം സൗഭാഗ്യമാണ് ന്യൂയോർക്ക് സിറ്റിക്ക് നൽകാൻ പോകുന്നത് എന്നാണ് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. സംഗതി ഇതാണ്. 1975 ഈ ന്യൂയോർക്ക് സിറ്റി മറ്റോ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സമയം, അന്നത്തെ പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് ഇവിടെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ന്യൂയോർക്കിനെ ബെയിൽ ഔട്ട് ചെയ്യാനായിട്ട്, അതായത് ന്യൂയോർക്കിന് പണം കൊടുത്ത് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഹെഡിങ് ആയിരുന്നു അന്ന് ഡെയിലി ന്യൂസിൻ്റെ ഹെഡിങ് ഇതായിരുന്നു, ഫോർഡ് ടു സിറ്റി ഡ്രോപ്പ് ഡെഡ്, പോയി ചാകട എന്നാണ് ഫോർഡ് പറഞ്ഞത്. അത് വലിയ തലക്കെട്ടിൽ, മത്തങ്ങ തലക്കെട്ടിൽ അന്ന് വരികയുണ്ടായി. അപ്പോൾ അതിനെ അനുകരിച്ചുകൊണ്ട് ഒരു തലക്കെട്ടിൽ പുതിയൊരു വാർത്ത ഇവർ സൃഷ്ടിച്ചെടുത്തു. ആ പേജ് കണ്ടാൽ ആ പത്രം പോലെ തന്നെ തോന്നും. അപ്പോൾ അതിൽ ഹെഡിങ് ഇതാണ്, ട്രംപ് ടു സിറ്റി ലെറ്റസ് ബിൽഡ്. ഇതാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഫോർഡ് ടു സിറ്റി ഡ്രോപ്പ് ഡെഡ്, പോയി ചാവ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ ലെറ്റസ് ബിൽഡ് ട്രംപ് ടു സിറ്റി. അപ്പോൾ എന്നിട്ട് പറയുന്നു ഈ ഒരു 12,000 വീടുകൾ, 12,000 യൂണിറ്റുകൾ പണിയണം, അതിനുള്ള സഹായമെല്ലാം പ്രസിഡന്റ് ട്രംപ് നൽകുമെന്നാണ് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് പ്രസിഡന്റ് വായിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ ഈ പാർപ്പിട പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു ഈ മേയറുടെയും സഹായികളുടെയും ദൗത്യം. അത് വലിയ പ്രഖ്യാപനമൊന്നും നടത്താതെയാണ് വൈറ്റ് ഹൗസിൽ ഇന്നലെ ആ ചർച്ച നടന്നത്. അപ്പോൾ എന്തായാലും ഈ കാഴ്ച ഈ പ്രകാരം കിട്ടിയ ഈ കാഴ്ചദ്രവ്യം എന്തായാലും പ്രസിഡന്റ് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതിൻ്റെ ഈ മേയറോടൊപ്പം നിന്ന് ആ ചിത്രം, ഈ 2 ചിത്രങ്ങളും കാണിച്ചുകൊണ്ട് പടമെടുക്കുകയും ചെയ്തു. അതിന്ന് എല്ലാ പത്രങ്ങളിലും വരികയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് മണിയടിക്കേണ്ടതെന്ന് മാംദാനിക്ക് അറിയാമെന്ന് വ്യക്തം. ഈ മണിയടിയിൽ വീഴാനാണെങ്കിൽ പ്രസിഡന്റ് ട്രംപ് തയ്യാറുമാണ്. പോരെങ്കിൽ 2 പേരും ക്യൂൻസുകാരാണ്, രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്നുള്ളവർ. അപ്പോൾ ഒരു ക്യൂൻസുകാരന് വേറൊരു ക്യൂൻസുകാരനെ മനസ്സിലാക്കി അത്ര പ്രയാസമുള്ള കാര്യമായിരിക്കില്ലല്ലോ. എന്ന് മാത്രമല്ല ഇതിന് വേറെയും കാര്യങ്ങളുണ്ട്. ഈ പ്രസിഡന്റ് ട്രംപിൻ്റെ സ്വത്തുക്കളിൽ നല്ലൊരു ഭാഗവും ന്യൂയോർക്ക് സിറ്റിയിലാണുള്ളത്. അപ്പം തീർച്ചയായിട്ടും ന്യൂയോർക്കിലെ മേയർ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടയാളാണ്. അപ്പം അങ്ങനെ മേയറെ പിണക്കിയൊന്നും പാടില്ലല്ലോ, ഐഡിയോളജിക്കലായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും. എന്ന് മാത്രമല്ല ഈ മാംദാനി ഇടയ്ക്കിടയ്ക്ക് മേയറുമായിട്ട് പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും പ്രസിഡന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒക്കെ അന്നേരെ വിളിച്ച് അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ ശരിയായിപ്പോയി എന്നുള്ള രീതിയിൽ പറയുന്ന അത്രയ്ക്ക് മാത്രം അടുപ്പാണെന്നാണ് പറയുന്നത്. അപ്പം ഇന്നലെ പറഞ്ഞതുപോലെ ചക്കീം ചങ്കരനും പോലെ അത്ര അടുപ്പമുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയുള്ളത് ന്യൂയോർക്ക് സിറ്റിക്ക് ഗുണകരമാവുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. എന്തായാലും ഇങ്ങനെയൊരു ഐഡിയ കണ്ടെത്താനും ആ ഐഡിയ വെച്ച് പ്രസിഡന്റിനെ പോയി ചാക്കിടാനും ഒക്കെ ശ്രമിച്ച ആ മംദാനി, ആ സംഘത്തിന് എന്തായാലും അഭിവാദനം, നല്ലൊരു കാര്യം. അങ്ങനെ ഒക്കെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രസിഡന്റിനോട് ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇല്ലീഗലായിട്ടുള്ള പിള്ളേരെ, ഇല്ലീഗലായിട്ടല്ല അവിടെയുള്ള പിള്ളേരെ ഈ ഐസ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടി. അപ്പോൾ അതിനെതിരെ കുറേ പിള്ളേരുടെ പേര് ഇന്നവരെയൊക്കെ ഐസ് നോട്ടമിട്ടിട്ടുണ്ട്, അവരെ ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് മാംദാനി പ്രസിഡന്റിനൊരു കുറിപ്പ് കൊടുത്തു. അപ്പോൾ ഇന്നലെ തന്നെ ഒരു പെൺകൊച്ചിനെ, അസർബൈജാനിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ, ഒരു വിദ്യാർത്ഥിനിയെ ഐസ് പൊക്കിക്കൊണ്ട് പോയതാണ്. പക്ഷേ എന്തായാലും പ്രസിഡന്റ് ഇടപെട്ടു, അവരെ അന്നേരം തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായ നിലപാടെടുക്കാമെന്ന് പ്രസിഡന്റ് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മാംദാനിയുടെ ആ ചങ്ങാത്തം തരക്കേടില്ല, സിറ്റിക്ക് അത് ഗുണകരമാകും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി ഇതോടൊപ്പം നമുക്ക് ഇന്നത്തെ ചില വാർത്തകളിലൂടെ പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ ജനപ്രീതിയേക്കാൾ നമ്മൾക്ക് ഇവിടുത്തെ വാർത്തകൾ, ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ വാർത്തകൾ അറിയാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ ഷോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഹിറ്റൊക്കെ കിട്ടി ഒരുപാട് ജനപ്രീതിയൊന്നും കിട്ടേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ജനപ്രീതിയൊക്കെ ആളുകളൊക്കെ എന്തെല്ലാമാണ് കാണിക്കുന്നത് ജനപ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് എന്തെങ്കിലും പൈസ കിട്ടും, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത്തിരി പൈസ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല, ഇതിൽ നിന്ന്
ഒരു പൈസ കിട്ടിയിട്ടും വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വാർത്തകൾ കുറേ കാര്യങ്ങളോട് പിന്നെ ഈ ഷോയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ പ്രധാനമായിട്ട് കണ്ട ഒരു കാര്യം, ഈ നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആളുകൾ, ഇന്ത്യക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പഠനത്തിന് ശേഷം OPT ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വെറും ഒരു ഡിഗ്രി ആണെങ്കിൽ 12 മാസം കൂടെ, 1 വർഷം കൂടെ ഇവിടെ നിന്ന് ഏതെങ്കിലും ജോലി ചെയ്യാം. ഏതെങ്കിലും പഠിച്ചതോ അല്ലെങ്കിൽ അതുപോലെ അനുവദിച്ചോ എന്ത് ജോലിയും ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ സയൻസ് സബ്ജക്റ്റിലാണ് പഠിച്ചതെങ്കിൽ 3 വർഷം കൂടി തുടരാൻ പറ്റും. 4 വർഷം ഇവിടെ തുടരാൻ പറ്റും ജോലിയായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് H1 വിസയോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അവർക്കിവിടെ ദീർഘകാലത്തേക്ക് തുടരാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിച്ച് ഇവിടെ അമേരിക്കൻ സിറ്റിസനായി മാറുക. അങ്ങനൊരു പ്രോസസ്സിലാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനെല്ലാത്തിനും ഇപ്പോൾ തടസ്സമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള കഴിയുന്നത്ര ഇപ്പം തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണം, ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 45% കുറഞ്ഞു എന്നാണ് പറയുന്നത്. പകുതിയോളം കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് വരാൻ താല്പര്യമില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇവിടെ തുടരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ വന്നിട്ട് എന്താണ് കാര്യം ഇരിക്കുന്നത്? വെറുതെ പഠിച്ചിട്ട് പഠിക്കുന്നതൊക്കെ അവിടെയും പഠിക്കാൻ പറ്റും. അതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പം പുതുതായിട്ട് പറയുന്നത് OPT തന്നെ നിർത്താനുള്ള നീക്കമുണ്ടെന്നാണ് ഇപ്പം ഈ ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റി നോവും പറയുന്നത്. അപ്പോൾ അത് നിർത്തുകയാണെങ്കിൽ അത് നിയമപരമായിട്ട് സൃഷ്ടിച്ച ഒരു കാര്യമല്ല, അവർ എന്തോ ഉത്തരവിലൂടെ സൃഷ്ടിച്ച കാര്യമാണ്. അവർ വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം നിർത്തിക്കിടാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ ഇത് ഏകദേശം 3 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ അവർ OPT ചെയ്യാം. അതിനുശേഷം ഈ 3-4 വർഷത്തിനിടയിൽ H1 വിസ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഗ്രീൻ കാർഡ്, ഇതൊക്കെ സ്വപ്നം കണ്ടാണ് ഇവർ വരുന്നത്, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ വരുന്നവർക്കാണ് ഇത് ഇരിട്ടടിയായി മാറുന്നത്. എന്തായാലും ഇനി വരുന്നവരെങ്കിലും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കളയാം. അതിനുകൊണ്ട് രണ്ട് രീതിയിലും ഉണ്ടാകാമെന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെ വേണം വരാനായിട്ട്. കിട്ടാതിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെ വരണം. ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഒരു റിപ്പോർട്ട് കണ്ടു, H1 വിസ കിട്ടാതിരുന്നതുകൊണ്ട് ഒരാൾ 10-30 വയസ്സുള്ള ആൾ ഹാർട്ട് അറ്റാക്ക് വന്നു, മരിച്ചു. അതിൻ്റെ നിരാശയിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ H1 വിസയ്ക്ക് കിട്ടണമെങ്കിൽ ഈ ആകെ 65,000 അത് ആ ലോട്ടറിയിൽ ഇപ്രാവശ്യമല്ല, ഇതുവരെ ലോട്ടറിയിൽ കിട്ടിയാലേ ആ H1 വിസ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങേർക്ക് ആ ലോട്ടറിയിൽ കിട്ടിയുണ്ടായില്ല. അപ്പം വിസയൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഉള്ള നിരാശയൊക്കെയാണ് ഹൃദ്രോഗത്തിന് കാരണമെന്ന് പറയുന്നു. എത്ര കണ്ട് ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ചെറുപ്പക്കാർക്ക്. എന്തായാലും ഈ അമേരിക്ക കണ്ടുകൊണ്ട് ഇവിടെ കിട്ടുമെന്നുള്ള ഉറപ്പിൽ വരുന്ന ഒരു കാലം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചടികളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ള ചിന്തയോടുകൂടി മാത്രമായിരിക്കണം വരേണ്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്ന് കണ്ട വേറെ 1-2 കാര്യത്തിൽ, ഇന്ന് മിനസോട്ടയിലെ ഒരു ജഡ്ജി ഈ ഹോംലാൻഡ് സെക്യൂരിറ്റി അധികൃതരെ ശക്തമായിട്ട് ശാസിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 213 ഉത്തരവുകൾ, ജഡ്ജിമാരിട്ട ഉത്തരവുകളിൽ അതിൽ 143 എണ്ണവും പാലിച്ചിട്ടില്ല എന്നാൽ മനഃപൂർവ്വം പാലിക്കാതിരുന്നു. അപ്പോൾ അത് പാലിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികളെടുക്കും. ഇന്നേവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല, അപ്പോൾ അത് അംഗീകരിക്കാനാവില്ല എന്നാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വേറൊരു ജഡ്ജി പറഞ്ഞിരിക്കുന്ന IRS 42,695 തവണ നിയമം ലംഘിച്ചു. അതായത് ഇത്രയും പേരുടെ പേരുകൾ ഐസിന് കൊടുത്തു. ഇത്രയും പേര് ഇല്ലീഗലായിട്ട് നിൽക്കുന്നതായിരിക്കും അവരുടെ അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, അവരുടെ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് ഐസിന് ചോർത്തിക്കൊടുത്തു. അപ്പോൾ അത് തെറ്റാണ്, നിയമത്തിന് വിരുദ്ധമാണ്, ശരിയായ കാര്യമല്ല എന്ന് ജഡ്ജ് വിധിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെതിരെ ഭരണകൂടം അപ്പീൽ പോകുന്നുണ്ട്. അപ്പോൾ അപ്പീൽ പോകുന്നവരെ അപ്പീലിലെ തീരുമാനം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. അപ്പം ജഡ്ജിമാർ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഭരണകൂടം അംഗീകരിക്കുന്നില്ല. അതിനൊരു മാറ്റം വരുമെന്നാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. ഇനി മറ്റൊന്ന് അതേസമയം തന്നെ ഭരണകൂടത്തിന് അനുകൂലമായൊരു തീരുമാനവും ഇന്ന് കാണുകയുണ്ടായി. അത് ആളുകളെ ഇല്ലീഗലായിട്ട് വന്ന ആളുകളെ അവരെ പിടിച്ച് തടങ്കലിൽ വെച്ച് അവരെ ജാമ്യത്തിലോ വല്ലതും വിടുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള പരിപാടി. നേരെ മറിച്ച് അവരെ തടങ്കലിൽ വെച്ച് അവരെ ഡീപ്പോർട്ട് ചെയ്യുന്നവരെ തടങ്കലിൽ വെക്കുക. അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഇപ്പം ഒരു അപ്പീൽ കോടതി വിധിച്ചിരിക്കുന്നത്. നേരത്തെ ലോവർ കോടതികളെല്ലാം വിധിച്ചിരുന്നത് അങ്ങനെ ശരിയല്ല, ദീർഘകാലം ഒരാളെ തടവിൽ വെക്കാൻ കരുതൽ തടങ്കലിൽ വെക്കാൻ പറ്റില്ല, അയാളെ ജാമ്യത്തിൽ വിടണമെന്നാണ് പറഞ്ഞിരുന്നത്, ഉത്തരവിട്ടിരുന്നത്. പക്ഷേ ഇപ്പം അപ്പീൽ കോടതിയിൽ ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇല്ലീഗലായ ആളുകളെ
പിന്നെ പിടിച്ചുകൊണ്ട് പോയാൽ അപ്പോൾ ഇവിടെ എത്ര കാലം താമസിച്ചിരുന്നു എന്നുള്ളതൊരു പ്രശ്നമുള്ള കാര്യമല്ല. 30 വർഷമോ 40 വർഷമൊക്കെ ഇവിടെ താമസിച്ചാലും ഇല്ലീഗലാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോയാൽ ആ കരുതൽ തടങ്കലിൽ തന്നെ കഴിയേണ്ടി വരും. അതിനുശേഷം ഡീപ്പോർട്ടും ചെയ്യും. നേരെ മറിച്ച് പിന്നെ ഇതുവരെ അവരെ പിന്നെ പിടികൂടിയാൽ കൂടി അവരെ വിട്ടയക്കുമായിരുന്നു, ജാമ്യത്തിന് വിട്ടയക്കുമായിരുന്നു. ആ സ്ഥിതിക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. ഇങ്ങനെ പല രംഗത്തും മാറ്റങ്ങൾ വരുന്നു. ഇതെല്ലാം നമ്മൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ കുറേ ഭാഗമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി നമ്മളിവിടെ സംസാരിക്കുന്നത്.